കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹിമപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രഭാതം കൂടി നമ്മുടെ ആയുസ്സിനോട് കൂട്ടിച്ചേർത്ത് എൻ്റെ നല്ലൊരു പ്രഭാതത്തിലായിരിക്കാൻ കൃപ തന്ന കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ പ്രഭാതത്തിൽ ദൈവജനവുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനം, മന്നയായി തരുന്ന വചനം, നഹൂം പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1-2 വചനത്തെ ആധാരമാക്കിയാണ്. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ച് നോക്കുക, അര മുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. നഹൂം പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ നിനവയ്ക്കെതിരായിട്ട് പ്രവചിക്കുവാൻ നിയമിതനായ യോന കഴിഞ്ഞ മറ്റൊരു പ്രവാചകനായിരുന്നു നഹൂം. വളരെ ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തില് ഒരു ദേശത്തെക്കുറിച്ച് പ്രവചിക്കുവാൻ അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു. യോനയെ പോലെ അദ്ദേഹം പ്രവചിക്കുകയാണ്. 2-ാം അധ്യായത്തില് നിനവയുടെ നാശത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. കോട്ട കാത്തുകൊള്ളുവാനും അരമുറുക്കിയിരിക്കുവാനും തന്നെ തന്നെ ശക്തീകരിക്കുവാനും ഒക്കെയും അവർക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ് ആ വചനം എന്ന് പറയുന്നത്. എന്നാൽ ആ വചനം ഇന്ന് നാം വായിക്കുമ്പോൾ അത് നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, കാലത്തിന്റെ അന്ത്യത്തിലായിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ സംഹാരകനായ പിശാച് അനേക തന്ത്രപരമായിട്ട് നമ്മളെ ഇല്ലാതെയാക്കുവാൻ തക്കവണ്ണം കടന്നു വരുമ്പോൾ നാം കോട്ട കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഒരുക്കപ്പെടേണ്ടത് ആവശ്യമുണ്ട് എന്ന് ഈ പ്രവാചക പുസ്തകത്തിലൂടെ മുന്നറിയിപ്പ് തരികയാണ്. ഈ പ്രഭാതത്തിൽ ഇവിടെ സംഹാരകൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ പത്രോസിന്റെ ലേഖനം വായിക്കുമ്പോൾ അലറുന്ന സിംഹമെന്നാണ് അവനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പല പ്രകാരത്തിലാണ് സാത്താന്റെ ശക്തി വരുന്നത്. ഇവിടെ ഒരു രാജ്യത്തിന് നേരെ സംഹാരകൻ വരിക എന്ന് പറഞ്ഞാൽ ശത്രുപക്ഷം വരുന്നു എന്നാണ് അർത്ഥം. എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നത് നമുക്ക് ജഡരക്തങ്ങളോടല്ല പോരാട്ടം, സ്വർലോകത്തിന്റെ എതിർകക്ഷിയായ അന്ധകാര ശക്തികളോടാണ് നമുക്ക് പോരാട്ടമുള്ളത് എന്ന് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലൂടെ നമുക്ക് തരികയാണ്. അതുകൊണ്ട് അദ്ദേഹം തരുന്ന വചനം എന്ന് പറയുന്നത് കോട്ട കാത്തുകൊള്ളുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക, വഴി സൂക്ഷിച്ചു നോക്കുക. വഴി സൂക്ഷിച്ചു നോക്കുക. വഴി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ വഴി സൂക്ഷിച്ചു നോക്കുവാൻ പറയുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ വചനങ്ങൾ നമ്മൾ വളരെ സൂക്ഷ്മത്തോടെ ശോധന ചെയ്ത് പഠിക്കുക എന്ന അർത്ഥം. ഈ നാളുകളില് ഈ സംഹാരകന്റെ താണ്ഡവത്തെ എതിർപ്പെട്ട് ശക്തീകരിച്ച് ശക്തിയോടെ നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളത്തില് ഏറ്റവും ശക്തമായി തീരേണ്ട ആവശ്യമുണ്ട്. വഴി സൂക്ഷിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ നോക്കി ജീവിക്കുക എന്ന അർത്ഥം. അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനത്തിന്റെ 12-ാം അധ്യായത്തിൽ പറയുന്നതും അതാണ്. കർത്താവിനെ നോക്കുക എന്നാണ് പറയുന്നത്. കാരണം അവിടുന്ന് തന്നെയാണ് വഴി. ആ വഴിയായവനിൽ നമ്മൾ നോക്കുക. അവനിൽ സകല സമ്പൂർണതയും നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. രണ്ടാമത് വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക. അപ്പോസ്തലനായ പൗലോസ് വീണ്ടും എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് സത്യം അരയ്ക്ക് കെട്ടുവാനാണ് പറഞ്ഞേക്കുന്നത്. കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ സത്യമാകുന്നു. അപ്പൊ കർത്താവിനെ അവിടെ പറ്റിച്ചേർന്നിരിക്കുക എന്നാണ് അർത്ഥം. കർത്താവ് പറഞ്ഞ എന്താണ്? ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. നിങ്ങൾ എന്നോട് ചേർന്നിരുന്നാൽ നല്ല ഫലം കായ്ക്കുവാൻ കഴിയും. നോക്കിക്കേ, ദൈവമായ കർത്താവിനെ, നമ്മളുടെ സത്യമായവനെ നാം നമ്മുടെ സ്വന്തമാക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ ആ സത്യത്തിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയും. അത് നമ്മുടെ ജീവിതത്തില് സാത്താന്റെ ശക്തിയെ ജയിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. വീണ്ടും പറയാണ്, നീ നല്ലവണ്ണം ശക്തീകരിക്കപ്പെടണം. കാരണം എന്താണ്? നീ അരമുറുക്കണം, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കണം. ദൈവത്തിന്റെ വചനത്താലാണ് നാം ശക്തീകരിക്കപ്പെടേണ്ടത്. ദൈവത്തിന്റെ വചനത്താലെ സത്യമാണ് നമ്മുടെ ആയുധമായിട്ട് നാം സ്വീകരിക്കേണ്ടത്. അവിടുത്തെ വചനത്തിലെ ഉറപ്പാണ് നമുക്ക് ശക്തി പകരുന്നത്. അവിടുത്തെ വചനത്തിന്റെ ഉറപ്പ് നമുക്ക് വളരെ ശക്തി കേന്ദ്രമായിട്ട് തീരുമ്പോൾ കർത്താവ് സാത്താനെ തോൽപ്പിച്ചതുപോലെ പരീക്ഷകളെ അതിജീവിക്കുവാൻ പരീക്ഷയും കൊണ്ടുവന്ന സാത്താനെ നീ ദൈവപുത്രനാണല്ലോ, കല്ലപ്പമായി തീരട്ടെ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ എന്താണ്? അവിടുത്തെ വചനം കൊണ്ട് അവനെ നേരിടുകയുണ്ടായി.
മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. നമ്മൾ വചനം കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുറുക്കത്തോടെ ശക്തീകരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ സംഹാരകനായ പിശാചിനെ നമുക്ക് ജയിക്കുവാൻ തക്കവണ്ണം കഴിയും. മാത്രമല്ല, കോട്ട കാത്തുകൊള്ളുക. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ട ഒരു അനുഭവത്തിലുള്ള ജീവിതമാണ് നമ്മുടെ കോട്ടകളെ, നമ്മുടെ ചുറ്റുപാടുകളെ സാത്താൻ തൊടാതിരിക്കുവാൻ മുദ്രയിടപ്പെട്ട ഒരു അനുഭവം. ദൈവത്തിന്റെ കുഞ്ഞെന്നുള്ള മുദ്ര നാം ഏറ്റുകൊണ്ട് ജീവിക്കുമ്പോൾ സാത്താന് നമ്മളെ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. അവിടുത്തെ രക്തത്താലെ മുദ്രയിടപ്പെട്ട ഒരു അനുഭവത്തിൽ നമുക്കായിത്തീരാം. സംഹാരകനെ തോൽപ്പിക്കുവാൻ, സംഹാരകന്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ കർത്താവിൽ നമുക്ക് ശരണപ്പെടാം. ഈ പ്രഭാതത്തില് ഈ വചനം നമുക്ക് ആഴമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ആ ദുഷ്ട സാത്താനെ തോൽപ്പിക്കുവാനും അവന്റെ കുതന്ത്രങ്ങളെ മനസ്സിലാക്കുവാനും അവന്റെ പരിശോധനകളിൽ നാം തളർന്നു പോകാതിരിപ്പാൻ കർത്താവ് ദൈവം നമ്മോട് കൂടെ, ഇമ്മാനുവേൽ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് പ്രാപിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളായ നമുക്ക് ഏവർക്കും പ്രാർത്ഥനയുടെ നല്ല അനുഭവം പ്രാപിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ 2024 ഓരോ ദിവസവും കർത്താവ് ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തന്ന കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുവാൻ, ഞങ്ങളെ തന്നെ സമ്പൂർണമായിട്ട് ദൈവസന്നിധിയിൽ അവിടുത്തെ ബലത്തിനായി, അവിടുത്തെ ശക്തിക്കായി, അവിടുത്തെ കൃപകൾക്കായി യാചിച്ചുകൊണ്ട് ജീവിപ്പാൻ, താഴ്മപ്പെട്ടുകൊണ്ട് ജീവിപ്പാൻ, ഏറ്റെടുത്തുകൊണ്ട് ജീവിപ്പാൻ അവിടുത്തെ കൃപ തന്ന് ഞങ്ങളെ സഹായിക്കണമേ. സത്യമായവനിൽ ശരണപ്പെടുവാൻ, സത്യമാരയ്ക്ക് കെട്ടിയ അനുഭവത്തിൽ ജീവിപ്പാൻ, കർത്താവെ വഴിയായവനിൽ ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ നടന്നു നീങ്ങുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് മുദ്രയിട്ട് ഇമ്മാനുവേലിന്റെ മുദ്രയേറ്റവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. മാനവ മഹത്വം എടുക്കണമേ, വരവിനായിട്ട് ഒരുക്കണമേ. യേശുവിന്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.